ഹലോ എവരിവൺ. നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു പുതിയ ജോലി കിട്ടി പുതിയ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വളരെ പ്രധാനപ്പെട്ട, അല്ലെ നമ്മുടെ ലൈഫിൽ നിർണായകമെന്ന് നമ്മൾ കരുതുന്ന സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്കൊക്കെ തോന്നുന്ന ഒരു ഇമോഷനാണ് ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ എന്ന് പറയുന്നത്, അല്ലെ. വളരെ കോമൺ ആയിട്ട് സാധാരണ ഒരു മനുഷ്യന് ഫീല് ചെയ്യുന്ന ഒരു ഇമോഷൻ തന്നെയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ വന്നാൽ അവിടെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെയുള്ളതിന് നമ്മളെ സഹായിക്കുന്നതാണ് നോർമലി ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മളുടെ ഒരു നിയന്ത്രണത്തിനപ്പുറത്തേക്ക് ഈ ആങ്സൈറ്റി അല്ലെ ഉത്കണ്ഠ പോകുമ്പോഴാണ് പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ തന്നെ അത് സാരമായിട്ട് ബാധിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ആങ്സൈറ്റിയെ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഗ്രൗണ്ടിങ് ടെക്നിക്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ? മൈൻഡ്ഫുൾനെസിന്റെ ഒരു പ്രാക്ടീസ് തന്നെയാണ് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കറിയാം, നമുക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടായി കഴിയുമ്പോൾ ഭാവിയിൽ എന്താകും, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ പരസ്പരം റിലേറ്റ് ചെയ്ത് നമ്മൾ പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ ആണ് പോകുന്നത്. പ്രസന്റിലായിരിക്കാൻ മറന്നു പോവുകയാണ് ഈ ആങ്സൈറ്റി വരുമ്പോൾ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു സ്റ്റേജിൽ ഒരു പെർഫോമൻസിന് കയറുകയാണ്, ഒരു പ്രസംഗം അല്ലെ ഒരു പാട്ട് പാടാനായിട്ട് നമ്മൾ കയറുകയാണ്. നല്ല സ്റ്റേജ് ഫിയർ ഉള്ള ആളാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഞാനിപ്പോൾ കയറി പാടി കഴിയുമ്പോൾ ആകെ കുളമാകും, നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, മറ്റുള്ളവരെന്നെ കളിയാക്കും, ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മൾ അവിടെ ചിന്തിക്കുന്നത്. ഇനിയും അല്ല എങ്കിൽ ചിലർക്ക് തോന്നുന്നത് എന്താണ്, നേരത്തെ ഇതുപോലെ പണ്ട് ഞാൻ ഒരിക്കലും ഇതുപോലെ സ്റ്റേജിൽ കയറിയപ്പോൾ വിറച്ച് ആകെ എന്റെ പെർഫോമൻസ് കുളമായി പോയി, ഇതും അങ്ങനെയാവും. അവിടെ പാസ്റ്റിനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും പ്രസന്റിൽ ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യം വൃത്തിക്ക് ചെയ്യാൻ എനിക്ക് പറ്റും എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇവിടെയാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ്. അത് തന്നെയാണ് നമ്മൾ ഈ ഗ്രൗണ്ടിങ് ടെക്നിക്സിലും യൂസ് ചെയ്യുന്നത്. പ്രസന്റിലായിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതിലൂടെ ആങ്സൈറ്റി കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. ഗ്രൗണ്ടിങ് ടെക്നിക്സിൽ നമുക്ക് പല രീതിയിലുള്ള മെത്തേഡ്സുകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് ഫിസിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യാം, മെന്റൽ ടെക്നിക്സ് യൂസ് ചെയ്യാം, സൂത്തിങ് ടെക്നിക്സും യൂസ് ചെയ്യാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു മെഷർ നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ആങ്സൈറ്റി വന്ന് എന്റെ ഉത്കണ്ഠ പരമാവധി എത്തിയിട്ട് ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിക്കാമെന്ന് ഓർത്താൽ ആ ഒരു സമയത്ത് നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റിയ മെത്തേഡ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ഡെയിലി നമ്മൾ ആങ്സൈറ്റി ഉണ്ട് എങ്കിലും ഇല്ലെങ്കിലും നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡായിട്ട് ദിവസവും നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ ഈ ഒരു മെത്തേഡ് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. എന്തൊക്കെയാണ് മെന്റൽ ഗ്രൗണ്ടിങ് ടെക്നിക്സിൽ വരുന്നത് നമുക്ക് നോക്കാം. അതിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് 5, 4, 3, 2, 1 എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 5 എന്ന് പറയുന്നത് നമ്മളുടെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത്. അതിൽ 5 എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിനും നമുക്ക് കാണാൻ സാധിക്കുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കൗണ്ട് ചെയ്ത് ഒന്ന് നെയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ആങ്സൈറ്റി ആവും, നമുക്ക് ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളുടെ കണ്ണുകൾ ഒന്ന് അടച്ച് 1, 2 ദീർഘമായ ശ്വാസം എടുത്തതിന് ശേഷം കണ്ണുകൾ തുറന്ന് നമ്മുടെ ചുറ്റിനും നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് കാണാനും കൗണ്ട് ചെയ്യാനും പറ്റുന്ന 5 കാര്യങ്ങൾ എണ്ണി പറയുക. ഇനി 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ സാധിക്കുന്ന 4 കാര്യങ്ങൾ ആ ഒരു ടൈമില്. അത് ചിലപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ഭിത്തിയില് നമുക്കൊന്ന് തൊടാൻ സാധിക്കും, അല്ല നമ്മുടെ കയ്യിൽ ഒരു പെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നു, അങ്ങനെയുള്ള, അല്ലെങ്കിൽ നമ്മളുടെ കാലുകൾ ഗ്രൗണ്ടിലായിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, ഹാർഡ് ആണോ, സോഫ്റ്റ് ആണോ, അല്ലെങ്കിൽ തണുപ്പ് തോന്നുന്നു, അങ്ങനെ നമുക്ക് കഴിയുന്ന രീതിയിൽ ഒരു 4 കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പരമാവധി ആങ്സൈറ്റി കുറച്ച് പ്രസന്റിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ടുള്ള ടെക്നിക്കുകളാണ് ഈ നോക്കുക. അടുത്തത് നമ്മുടെ ചുറ്റിനും നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും 3 സൗണ്ടുകളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് അതൊന്ന് കൗണ്ട് ചെയ്ത് ഒന്ന് പറയാനായിട്ട് തയ്യാറാവുക. അത് ചിലപ്പോൾ അതുവഴി കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഒരു ട്രാഫിക്കിലെ ഒരു സൗണ്ട് ആവാം, അല്ല എങ്കിൽ ആരെങ്കിലും ഒക്കെ സംസാരിക്കുന്നതാകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു 3 കാര്യങ്ങൾ കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും 2 സ്മെല്ല് നമ്മൾ ഒന്ന് കൗണ്ട് ചെയ്ത് പറയുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമ്മൾ അടിച്ച ഒരു സ്പ്രേയുടെ സ്മെല്ലാവാം, അല്ലെ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ എയറിന്റെ സ്മെല്ലാവാം. എന്തായാലും അങ്ങനെ ഒരു 2 കാര്യങ്ങൾ നമ്മൾ കൗണ്ട് ചെയ്യും. ഇനി ലാസ്റ്റിലുള്ള 1 എന്ന് പറയുന്നത്
ടേസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ലാസ്റ്റ് കഴിച്ച ഫുഡിന്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നമ്മൾ ഒന്ന് ഓർമ്മിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മളുടെ വായിൽ നമുക്ക് എന്താണ് തോന്നുന്നത്, ടെൻഷൻ കയറിയിട്ട് ചിലപ്പോൾ ഒരു കയ്പ് രസമോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്നൂടെ നമ്മളൊന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു 5, 4, 3, 2, 1 ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസിനെ നമ്മൾ പരമാവധി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ടെക്നിക്കാണ് 3-3-3 ടെക്നിക്ക്. ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിട്ടുള്ളത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കൗണ്ട് ചെയ്യുക. അടുത്ത 3 എന്തെങ്കിലും ഒരു സൗണ്ടുകൾ നമ്മൾ കേൾക്കുന്ന 3 എണ്ണത്തെ ഇതുപോലെ തന്നെ നമ്മളൊന്ന് പേര് പറയാനായിട്ട് ശ്രമിക്കുക. അടുത്ത 3 എന്ന് പറയുന്നത്, മൂന്നാമത്തെ 3 നമ്മളുടെ ബോഡി പാർട്സിന്റെ ഏതെങ്കിലും നമ്മുടെ ശരീരഭാഗങ്ങൾ 3 ഭാഗങ്ങൾ നമ്മളൊന്ന് ആ ഒരു ടൈമില് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമ്മുടെ വിരലുകളൊന്ന് മടക്കുകയും നിവർക്കുകയും ചെയ്യാം, കൈ നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാം, കാലുകളൊന്ന് കുടയാം. അങ്ങനെ ഏതെങ്കിലും ഒരു 3 മൂവ്മെന്റ് ആണ് ഈ 3-3-3 നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു 3 വരുന്നത്. ഫിസിക്കൽ ഗ്രൗണ്ടിങ് ടെക്നിക്സ്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന മെത്തഡുകൾ എന്ന് പറയുന്നത് ഡീപ് ബ്രീതിങ് എക്സസൈസുകളാണ്. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ടെക്നിക്ക്. അവിടെ നമുക്ക് ഡയഫ്രമാറ്റിക് ബ്രീതിങ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ വയറിന്റെ ഉയർച്ച താഴ്ചകളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഓരോ നോസ്ട്രലിൽ കൂടെയും മൂക്കിന്റെ ഓരോ ഭാഗത്തൂടെയും ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് ഒരു ഭാഗം ക്ലോസ് ചെയ്ത് അങ്ങനെ വേണം നമുക്ക് ചെയ്യാം. നമ്മളുടെ സൗകര്യാർത്ഥം നമുക്ക് ഈ ബ്രീതിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് ആൻഡ് യോഗയാണ്. യോഗ ഇഷ്ടമുള്ളവർക്കാണ് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ടെൻഷൻ ആകുമ്പോൾ ഒന്ന് കൈയൊക്കെ ആണെങ്കിലും ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, അല്ലെ കാലുകളൊക്കെ ഒന്ന് കുടയുക. അതൊക്കെയും നമ്മളുടെ ആ ഒരു സമയത്ത് ഒരു ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ടെക്നിക്കാണ്. ഫിസിക്കൽ ഗ്രൗണ്ടിങ് ടെക്നിക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നതാണ് മൈൻഡ്ഫുൾ വാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ നടക്കുന്നത് നമ്മളുടേതായിട്ടുള്ള ഒരു അറിവോടെ അല്ല, എന്താണ് അവിടെ നടക്കുന്നത് എന്നൊന്ന് ഫോക്കസ് ചെയ്യാതെയാണ്. ഇവിടെ മൈൻഡ്ഫുൾ വാക്കിങ്ങിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ഫീറ്റിലെ ഫീലിങ്സ് എന്താണ്, നമ്മുടെ കാലുകൾക്ക് വേദനയുണ്ടോ, അല്ലെ അവിടെ എന്താണ് സെൻസേഷൻ എന്നൊക്കെ നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുന്നു. അതിനുശേഷം ഓരോ കാലുകൾ എടുത്ത് അടുത്ത ഒരു ചുവട് വെക്കുമ്പോഴത്തേക്കിന് അവിടെ നമുക്ക് എന്ത് ഫീലിങ്സ് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അവെയർ ആവുന്നു. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നു. ഇതാണ് മൈൻഡ്ഫുൾ വാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയുന്നതാണ് സൂത്തിങ് ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അല്ലെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സെൽഫ് കമ്പാഷനും കൈൻഡ്നസും ഒക്കെ കൊടുക്കുന്ന രീതിയിൽ, ഒരു സെൽഫ് ലവ് ഒക്കെ തരുന്ന രീതിയിലുള്ള സംസാരം നമ്മളോട് തന്നെ പറയുകയാണ്. ഒച്ചത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അതല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ മനസ്സിൽ പറയണമെങ്കിൽ അങ്ങനെയും നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെൻഷൻ വരുന്നു, നമ്മളൊരു സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്നെ കൊണ്ട് പറ്റുമോ എന്നാണ് നമ്മുടെ ചിന്തയെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ പറയാം, യെസ് യു ക്യാൻ ഡു, എനിക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെ നിന്നെ കൊണ്ട് ഇത് പറ്റും എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കുക, ആശ്വസിപ്പിക്കുക, ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനോട് നമ്മൾ കടന്നു പോവുകയാണ്, നമുക്ക് ഒരു തരത്തിലും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളോട് തന്നെ നമുക്ക് പറയാം, ഇതും കടന്നു പോകും, ഇതിനേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ലൈഫിലെ സിറ്റുവേഷൻസ് നീ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ്, ഇതും നിനക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നതാണ് സൂത്തിങ് ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള ഏത് മെത്തഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഏത് മെത്തഡ് വേണമെങ്കിലും നമ്മൾ യൂസ് ചെയ്യാം. എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആങ്സൈറ്റി ഉണ്ടാകട്ടെ, ഉണ്ടായി കഴിഞ്ഞ് അതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ ഞാൻ ഈ ഒരു ടെക്നിക്ക് പഠിക്കാം അല്ലെ ചെയ്യാമെന്ന് കരുതി കാത്തിരുന്നാൽ പലപ്പോഴും കാര്യങ്ങൾ നമ്മുടെ പിടിവിട്ടു പോകും, നമുക്ക് വല്ലാത്ത ഒരു ഉത്കണ്ഠയിലേക്കും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ഒരു അവസ്ഥയിലേക്കും വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം വരെ നോക്കി നിൽക്കാതെ ഇങ്ങനെയുള്ള പ്രാക്ടീസുകളൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെക്കുമ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റേജിൽ കയറുന്ന അല്ലെ ഒരു എക്സാമിന് പോകുന്ന ഒരു സമയത്തൊക്കെ ആണെങ്കിലും അധികം ബുദ്ധിമുട്ടുകളില്ലാതെ നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനും ലൈഫിൽ വിജയിക്കാനും സാധിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.